ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഞാനിന്ന് എടുക്കാൻ പോകുന്നത് മാത്സ് ആണ്. അപ്പോൾ ആ മാത്സിൽ നമുക്ക് കുറച്ച് കൂട്ടലും കുറയ്ക്കലും ഒക്കെ ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഉത്തരം കണ്ടെത്തും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം മാത്സിലെ LSS ലാബർ ഇന്ത്യ ബുക്കിലെ ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് കടക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒന്നാമത്തെ ചോദ്യം, 2000 മുതൽ 3000 വരെ എത്ര സംഖ്യകളുണ്ട്? ഇത് എളുപ്പം തന്നെയാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ അകത്തുനിന്ന് കുറയ്ക്കൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 3000 നിന്ന് 2000 കുറച്ച് എത്രയാണ്? 1000 അല്ലേ ഉത്തരം വരിക. 3000 2000 കുറച്ച് 1000 അല്ലേ ഉത്തരം വരിക. അപ്പോൾ 1000 കിട്ടി. അപ്പോൾ 1000ൻ്റെ കൂടി 1000 പ്ലസ് 1 കൂട്ടുക. 1000 1 കുറയ്ക്കുമല്ല വേണ്ട, അത് വേറെയാണ്. ഇത് എനിക്ക് തലതിരിഞ്ഞ് പോക്കുണ്ട് ചില ദിവസം, ബട്ട് നിങ്ങൾക്ക് അങ്ങനെ ആയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ 1000 പ്ലസ് ആണ്, കുറയ്ക്കലല്ല, കൂട്ടലാണ്, മൈനസ് അല്ല. 1000 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1001 ഉത്തരം. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള സംഖ്യകൾ എത്രയാണെന്ന് വെച്ചാൽ 1001 സംഖ്യകളുണ്ട്. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കിട്ടിയല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഈ 1000 ഒന്നല്ല, ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ ഈ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുത്തത് ഇതുപോലെ തന്നെയുള്ള ഒരു വേറെ ചോദ്യമാണ്. ഇത്തിരി മാറ്റമുണ്ട് ചോദ്യത്തിന്, എന്നാലും പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് അതേ ചോദ്യമാണെന്ന് തോന്നിപ്പോവും. അടുത്ത ചോദ്യം, 1000നും 2000നും ഇടയിൽ, ഈ ചോദ്യത്തിന് എന്താ അതാ മക്കളെ പിടികിട്ടി. 2000 മുതൽ 3000 വരെ എത്ര സംഖ്യകളുണ്ട്? അതൊരു ചോദ്യം. അതുപോലെ തന്നെയുള്ള ഇത്തിരി മാറ്റമുള്ള ചോദ്യമാണ് ഇത്. പക്ഷേ അങ്ങനത്തെ കണക്ക് കൂട്ടല്ല ഇതിൻ്റെ അകത്ത് വേണ്ടത്. 1000നും 2000നും ഇടയിൽ എത്ര സംഖ്യകളുണ്ട്? ഇതും അത് കൂട്ടുന്ന പോലെ തന്നെയാണ്, അത് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2000 നിന്ന് 1000 പോയാൽ എത്രയാ? 1000 അല്ലേ. അപ്പോൾ 2000 നിന്ന് 1000 പോയാൽ 1000. അപ്പോൾ 1000 1000ൻ്റെ കൂടി 1 കൂട്ടുകയാണോ വേണ്ടത്? അല്ല, 1000 നിന്ന് 1000 കുറയ്ക്കണം 1 ഈസ് ഈക്വൽ ടു 999 ഉത്തരം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള എത്ര സംഖ്യകളുണ്ടെന്ന് ചോദിച്ചാൽ 999 സംഖ്യകളുണ്ട്. 2000നും 1000നും ഇടയിൽ, അല്ലെങ്കിൽ 1000നും 2000 ഇടയിൽ 999 സംഖ്യകളുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തിനും ഇങ്ങനെയെല്ലാം കണക്ക് കൂട്ടുന്ന എണ്ണിയാൽ പോരെ? ഇതൊരിക്കലും എണ്ണാൻ പറ്റില്ല. നിങ്ങൾ വിചാരിക്കുകയേ വേണ്ട. എണ്ണാൻ പറ്റുന്നതിൻ്റെ തന്നെ 1 മണിക്കൂർ എടുക്കും. കാരണം ഇത് വലിയ സംഖ്യകളാണല്ലോ. 100 200 20 30 പോലെയല്ല, വലിയ സംഖ്യകളാണ്. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ എണ്ണിപ്പോവാൻ പറ്റില്ല. അപ്പോൾ 901 അതിനൊരു എളുപ്പമണിയാണിത്. അപ്പോൾ ഇതും ശരിയാണ്, ഇതും ശരിയാണ്. അപ്പോൾ ഇങ്ങനത്തെ സംഖ്യകൾ ഈ 2 രീതിയിലുള്ള കണക്ക് കൂട്ടൽ നിങ്ങൾക്ക് എപ്പോഴും വരാൻ സാധ്യതയുണ്ട്. അടുത്തൊരു ചോദ്യം, അടുത്ത സിമ്പിൾ ചോദ്യമാണ്. നമ്മുടെ കുറയുന്ന കൂട്ടം എന്ന പാഠത്തിൽ ഉണ്ടായിരുന്നു ഈ സംഖ്യകൾ. കൂടുന്ന കൂട്ടമാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഏതോ ഒരു കൂട്ടത്തിൽ ഈ വർക്ക് ഉണ്ടായിരുന്നു, ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സിമ്പിൾ തന്നെയാണ്. മാത്സ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമല്ലല്ലേ. എനിക്കും അത് ഇഷ്ടമല്ലായിരുന്നു, ബട്ട് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്റർ, ഭയങ്കര എന്നല്ല, ആവശ്യത്തിന് ഇഷ്ടപ്പെട്ട ചാപ്റ്ററും കൂടിയാണ്. കൂടുന്ന കൂട്ടാണെന്ന് തോന്നുന്നു. കൂടുന്ന കൂട്ടത്തിലുള്ള ഒരു ഞാൻ പറഞ്ഞുതരാം, ഞാൻ കാണിച്ചതേ.
അമ്മു ഒരു കുട്ടിയാണ് നിങ്ങളെപ്പോലുള്ള. അമ്മുവിൻ്റെ അച്ഛൻ, അമ്മുവിൻ്റെ അമ്മ, മാമൻ, മാമി എന്നിവർ എന്തിനു പോയി? സർക്കസ് കാണാൻ പോയി. സർക്കസ് കാണാൻ പോയി. ആരൊക്കെയാ പോയത്? അമ്മു, അച്ഛൻ, അമ്മ, മാമൻ, മാമി എന്നിവർ സർക്കസ് കാണാൻ പോയി. ആകെ സർക്കസ് കാണാൻ ടിക്കറ്റ് വേണം. ആകെ ടിക്കറ്റ് നിരക്ക്. അപ്പോൾ ടിക്കറ്റ് നിരക്ക് എല്ലാവർക്കും കൂടെ എത്ര പൈസ ചിലവായി? ഇപ്പം ഞാൻ ഒരു ബോക്സ് വരച്ചു തരാം. കുട്ടികൾക്ക് സർക്കസ് ടിക്കറ്റ് എടുക്കണം. കുട്ടികൾ ഞാൻ സർക്കസ് പോകാൻ കാണുമ്പോൾ എനിക്കും ഉണ്ടായിരുന്നു 80 രൂപത്തിനും. അപ്പോൾ ഇതിൻ്റെ അകത്ത് അവർ കാണിച്ചിരിക്കുന്നത് 150 രൂപ. കുട്ടികൾക്ക് 150 രൂപ. മുതിർന്നവർക്ക് എത്ര പൈസയാ? 220 രൂപ. ശരിക്കും അത്രയൊന്നും ഇല്ല. മുതിർന്നവർക്ക് ഉണ്ടാവും, കുട്ടികൾക്ക് 180 ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ മുതിർന്നവർക്ക് 220, കുട്ടികൾക്ക് 150. ആകെ എത്ര ടിക്കറ്റ്? ആകെ ടിക്കറ്റ് നിരക്ക് എത്ര പൈസ ചിലവായി എന്നുവെച്ചാൽ ടിക്കറ്റ് ഇത്ര ആൾക്കാരെല്ലാം പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇത്ര ആൾക്കാർക്ക് ഈ 250 കുട്ടികളും ഉണ്ട്, മുതിർന്നവരും ഉണ്ടല്ലേ. അപ്പോൾ ഇവർക്കെല്ലാം കൂടെ പൈസ എല്ലാം കൂടെയും കൂട്ടി എത്ര ആൾക്കാർക്ക് ചിലവായി, എത്ര പൈസ ചിലവായി എന്നാണ് ചോദിക്കുന്നത്, ടിക്കറ്റ് മാത്രമായിട്ട്. അപ്പോൾ ആദ്യം അമ്മു ഒരു കുട്ടിയല്ലേ. അപ്പോൾ കുട്ടികൾക്ക് എത്രയാണ്? 150 അല്ലേ. അപ്പം 150 പ്ലസ് പിന്നെ അച്ഛൻ, അമ്മ, മാമൻ, മാമി ഇവരൊക്കെ മുതിർന്നവർ. അപ്പോൾ 220 അമ്മയ്ക്ക് 220, അച്ഛന് 220, മാമന് 220, മാമിക്ക് 220. അപ്പോൾ ഇതെല്ലാം കൂടെ എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ 8 2 എത്രയാവും? 10, 10 2 12, 12 2 14, 14 2 16, 6 ആണല്ലേ. അപ്പോൾ ഒന്ന് ബാക്കി 2 1 3 ആണല്ലോ. 3 2 4 5, 5 2 6 7, 7 2 8 9, 9 1 10. അപ്പോൾ നമ്മുടെ ഉത്തരം 1060. അപ്പോൾ എല്ലാവർക്കും കൂടെ എത്ര ടിക്കറ്റ് ചിലവായെന്ന് ചോദിച്ചാൽ 1000. ഉത്തരം 1060 രൂപ. 1060 രൂപയാണ് ചിലവായത്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം നിങ്ങളുടെ സ്കൂളിൽ മാഷും തന്നിട്ടുണ്ടാവും. LSSന് വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടെയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് ബില്ലൊക്കെയാണ്, അത് ഈ കറണ്ട് ബില്ലിൻ്റെ ഒക്കെ ഇതുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് വേറെ ക്ലാസ്സിൽ എടുത്തു നോക്കാം. അപ്പോൾ ഇന്ന് ഇത്ര വീഡിയോ ഞാൻ ഇടുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് ഞാൻ വേറെ ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി പാർട്ട് 2 അല്ലെങ്കിൽ കറണ്ട് ബില്ലിന് ഞാനിപ്പോൾ പറഞ്ഞല്ലോ അതും കൂടെ ചിലപ്പോൾ ഞാൻ കൊണ്ടുവരും, എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.